ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഒരു അടിപൊളി പാസ്തയാണ്. അപ്പോൾ ചീസി പാസ്തയാണ്. ഇപ്പോൾ കുട്ടികൾക്കും എന്താ പറയുക, ചീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രീറ്റ് തന്നെയായിരിക്കും. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ വൈറ്റ് സോസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈറ്റ് സോസും ചീസൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതലൊക്കെ ഇടുക. അളവും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, ഇപ്പോൾ തന്നെ ഇത് നല്ല ചൂടോടെ എടുത്താണ് ഞാൻ. നിങ്ങൾ കുറച്ചൊന്ന് ചൂടൊക്കെ മാറിയിട്ടാകുമ്പോൾ നല്ല കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട്, ഇതിൽ മെയിനായിട്ട് ചിക്കൻ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം ഇല്ലേ, നമ്മുടെ ക്യുമിൻ സീഡ്, നല്ല ജീരകം, അത് ഒന്ന് പൊടിച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബോൺലെസ് ചിക്കൻ ഒരു 2 പിടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള സൈസിലുള്ള 2 ബ്രസ്റ്റ് പീസ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നിങ്ങനെ ഇതിലേക്ക് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു കളർ മാറി കിട്ടുമല്ലോ, വൈറ്റ് കളറാവുമല്ലോ. ഇത് വേഗം വെന്ത് കിട്ടും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആ വൈറ്റ് കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒന്നിക്കലും മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ക്രഷ് ചെയ്ത മുളകാണ് ഇട്ട് കൊടുത്തത്, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക് പേസ്റ്റോ ഗാർലിക് പൗഡറോ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതങ്ങ് വെന്തോളും. ഈ ബോൺലെസ് ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്തൂരി മസാല അങ്ങനത്തെ ഒക്കെ ചേർത്തിട്ട് ഫ്ലേവർ മാറ്റി കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ മസാല കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ക്യാരറ്റും കുറച്ച് യെല്ലോ ക്യാപ്സിക്കാണ് ചേർക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം 3 കളർ ഉണ്ടല്ലോ, പിന്നെ അത് 3ഉം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം. അതിന് 3 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഗ്യാസ് ഓൺ ചെയ്യാൻ. എന്നിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട്, കൈവെക്കാതെ ഇളക്കിയിട്ട് ഒരു കട്ടിപ്പരുവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിന് മുളക് അല്ലെങ്കിൽ പെപ്പർ പൗഡർ ആയാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ കയ്യിൽ നമ്മുടെ ഹെർബ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. മിക്സ്ഡ് ഹെർബ്സൊക്കെ കിട്ടുമല്ലേ, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു അത്യാവശ്യം കട്ടിപ്പരുവത്തിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ലാസ്റ്റ് നമ്മുടെ പാസ്തയൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓവനിലൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കും. ആ ഒരു സമയത്ത് ചീസ് ചേർത്താലും മതി. ഇനി ഞാൻ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ പോവാം. അപ്പോൾ പാസ്ത ഒന്ന് വേവിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്നും എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഇനി നമുക്ക് പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് നമ്മുടെ വൈറ്റ് സോസ് വെച്ചിട്ട് അതിൻ്റെ മേലയിൽ കുറച്ച് പാസ്ത ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ചെറുത് കിട്ടുമെങ്കിൽ ചെറിയ പാസ്ത വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ചെറുതായിട്ട് ചെറിയ ലെയറായിട്ട് മതി, കുറേ ഒന്നും ഇടണ്ട. പിന്നെ ഇതിൻ്റെ മേലയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് മതി, കുറേ വേണ്ട. പിന്നെ ഇതിലേക്ക് മൊസറല്ല ചീസാണ് ചേർക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ കുറച്ചായിട്ട് ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചീസും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അത് നന്നായിട്ട് ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ എങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ ലെയറായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 3 ലെയറോളം ഞാൻ വെക്കാൻ പോകുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു പാസ്ത എന്ന് പറയുന്നത് ഒരു കപ്പോളം മതിയാവും നമുക്ക്. ഒരു കപ്പ് 1.5 കപ്പോളം മതിയാവും. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ട്രേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര മതിയാവും. ചിക്കനും ഇത്ര തന്നെ മതിയാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ്റെ വലിപ്പം വേണമെങ്കിൽ കുറച്ചെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലയിൽ കുറച്ച് ചീസ് നന്നായിട്ട് വെച്ചാൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഒരു ലെയറാണ് വെച്ചത്. ഇത് കുറേയൊന്നുമില്ല, മേലിൽ ഈ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ കയ്യിലുള്ളത് ഫുള്ളങ്ങ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി, ഒരു 10-20 മിനിറ്റോളം. അപ്പോൾ ഇത് ചൂടോടെ ഞാനിങ്ങനെ എടുത്തോണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പീസായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സംഭവം, നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചീസ് ഇല്ലാത്തവരാണെങ്കിൽ, കയ്യിലില്ലാത്തവരാണെങ്കിൽ വൈറ്റ് സോസ് മാത്രം വെച്ചിട്ട് ചെയ്താലും മതി, അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.